കാച്ചിൽ പറിക്കുന്ന ഭാഗം ഓട്ടോ കാണുന്നത്. അതിൻ്റെ കർഷകർ തന്നെയാണ് പറിക്കുന്നത്. എനിക്കിതിൻ്റെ അകത്ത് ഒരു കൈ പോലും പങ്കില്ല. ഇത് കയറ്റി വിടാൻ നേരത്തെ ഒരു വള്ളി മരത്തിലോട്ട് എറിഞ്ഞിട്ട് കൊടുത്തായിരുന്നു. അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എന്തായാലും പറിച്ചു കഴിഞ്ഞപ്പോൾ ഒരുമാതിരി തരക്കേടില്ലാണ്ട് ഉണ്ടായെന്ന് പറയാം. പക്ഷേ നമ്മൾ നടുന്നതിൻ്റെ അകത്ത് ഒക്കെ ഉള്ളൊരു വ്യത്യാസം കൊണ്ട് വിളവിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചാക്കനെ നട്ട് കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ എളുപ്പമുണ്ടേ. നമ്മുടെ പങ്കാളികൾ അതിലൊക്കെ നടപ്പുണ്ട്. അതിനിടയ്ക്ക് വല്യമ്പാനെ കാണുന്നില്ല. നോക്കിയപ്പോൾ താഴെ റബ്ബർ ചോട്ടിൽ നിന്ന് ഭയങ്കര വളം. എന്തിനെയോ ഓടിച്ച് മൂളി കെട്ടിയേക്കുവാണേ. അവൻ എനിക്ക് റൂട്ട് മാപ്പ് കാണിച്ചാന്ന് തോന്നുന്നു. മരത്തെ ചാടിക്കറി കാണിച്ചപ്പോൾ ആ ചിരട്ട വെക്കുന്ന കമ്പിക്കകത്തോട്ട് തല കുത്തി കയറ്റി വെച്ചു. ഇത് എന്നത്തിനെ ഓടിച്ച് കയറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനും അവനും മുകളിലോട്ട് കുറച്ച് നേരം നോക്കി എന്നിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത് പറിച്ചെടുത്ത കാച്ചിൽ എന്നാണെന്നറിയോ? നീലക്കാച്ചിലാണ്. കംപ്ലീറ്റ് നീലയല്ല, അതിൻ്റെ തൊണ്ട് മാത്രം. ഇതിൻ്റെ അകത്ത് ഫ്ലഷും കൂടെ നീലയായിട്ട് വരുന്ന കാച്ചിലുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ഇങ്ങനെ മുളകും കൂട്ടി തിന്നാം. ഇതിന് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. പിന്നെ അവരെ കൊതിപ്പിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഒരു പീസ് തിന്ന് കാണിക്കുക. വീണ്ടും കാണാം. ടാറ്റ.